അസ്സലാമു അലൈക്കും റഹ്മത്തുള്ളാഹി വബറകാതുഹു. മുഅ്മിനീങ്ങളെ, ഇന്ന് ഓർമ്മപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നത് ബഹുമാനപ്പെട്ട മാലിക് ഇബ്നു ദീനാർ റളിയല്ലാഹു അൻഹുവിൻ്റെ ഒരു ചെറിയൊരു ഉപദേശമാണ്. ഉപദേശം ചെറുതാണ്, വളരെ ഗൗരവമേറിയ ഒരു ഉപദേശമാണ്. ബഹുമാനപ്പെട്ടവർ പറയുന്നു, അൽ ഖൗഫു അലൽ അമലി, ഒരു അമല് ചെയ്തതിൻ്റെ പേരിൽ അല്ലാഹു സ്വീകരിച്ചോ എന്ന് പേടിക്കുന്നത് അശദ്ദു മിനൽ അമലി, അമല് ചെയ്യുന്നതിനേക്കാളും റബ്ബിന് ഏറെ ഇഷ്ടമുള്ളതാണ്. വല്ലാത്തൊരു വാക്കാണ്. എന്താ പറഞ്ഞത്? ഞാനൊരു ഖുർആൻ ഓതിയാൽ, ഞാനൊരു 2 റക്അത്ത് സുന്നത്ത് നിസ്കരിച്ചാൽ, ഞാനൊരു കുറച്ച് ദിക്റുകളൊക്കെ ചെയ്താൽ, ഈ എല്ലാം അമല് ചെയ്യുന്നതിനേക്കാളും ഈ ചെയ്ത അമലുകൾ അല്ലാഹു സ്വീകരിച്ചോ ഇല്ലേ എന്നുള്ള പേടി എൻ്റെ ഖൽബിൽ വരിക എന്നുള്ളത് റബ്ബിന് ഏറെ ഇഷ്ടമുള്ളതാണ്. വല്ലാത്തൊരു ചിന്തയാണ്. നാം വലിയ അമലുകളൊന്നും നമ്മളെ കയ്യിലില്ല, ധാരാളം ഇബാദത്തുള്ളവരൊന്നുമല്ല. ചെറുതായി കുറച്ച് ഫർളായ നിസ്കാരങ്ങളും ചില അമലുകളൊക്കെ നമ്മളെ കയ്യിലുണ്ട്. പക്ഷേ ഈ അമലുകൾ ചെയ്തതിൻ്റെ പേരിൽ നമ്മൾ വലിയ ധൈര്യവാന്മാരാണ്. ഇത് അല്ലാഹു സ്വീകരിച്ചിട്ടുണ്ടോ ഇല്ലേ എന്നുള്ളൊരു പേടി നമുക്കൊന്നുമില്ല. അത് ഞാൻ ചെയ്തിട്ടുണ്ട്, അതൊക്കെ റബ്ബ് സ്വീകരിക്കുമെന്നുള്ള വല്ലാത്ത ധൈര്യമാണ്. ഒരിക്കലും അതുണ്ടാകാൻ പാടില്ല. ഞാൻ നോക്കിയ നോമ്പ്, ഞാൻ നിസ്കരിച്ച നിസ്കാരം, ഞാൻ ചെയ്ത തഹജ്ജുദ് നിസ്കാരം, ഞാൻ ചെയ്ത ളുഹാ നിസ്കാരം, ഇതൊക്കെയും റബ്ബ് സ്വീകരിച്ചോ ഇല്ലേ എന്നുള്ള ഭയം നമുക്ക് എന്നും ഉണ്ടാകണം. അതുകൊണ്ടല്ലേ ബഹുമാനപ്പെട്ട ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനോട് അല്ലാഹു കഅബ പുനർനിർമ്മിക്കാൻ അല്ലാഹു തന്നെയാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനോട് കൽപ്പിച്ചത്. അപ്പോൾ വളരെ കഷ്ടപ്പെട്ട് പ്രയാസപ്പെട്ടിട്ട് അവിടെയൊക്കെ കഅബക്ക് ഉണ്ടാക്കിയതിൻ്റെ ശേഷവും ഇബ്രാഹിം നബി അലൈഹിസ്സലാം അവിടെ ദുആർന്നത് എന്താണ്? റബ്ബന തഖബ്ബൽ മിന്നാ. എന്തിനാണ് അങ്ങനെ ഒരു ദുആർക്കേണ്ട ആവശ്യം വരുന്നത്? റബ്ബേ, ഈ എൻ്റെ പ്രവൃത്തി നീ സ്വീകരിക്കണേ എന്ന്. എന്തിനാണ് അങ്ങനെ ദുആർക്കേണ്ട ആവശ്യം? അല്ലാഹു ആ കഅബ പുനർനിർമ്മിക്കാൻ അല്ലാഹുവാണ് ഇബ്രാഹിം അലൈഹിസ്സലാമിനോട് കൽപ്പിച്ചിട്ടുള്ളത്. അപ്പൊ അത് പിന്നെ സ്വീകരിക്കുമോ ഇല്ല എന്ന് അവിടെ സംശയിക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. പിന്നെ ഇനി ഇബ്രാഹിം അലൈഹിസ്സലാം ചെയ്യുന്നതൊക്കെ റബ്ബിന് വേണ്ടി മാത്രമാണല്ലോ. ഇബ്രാഹിം നബി അലൈഹിസ്സലാം ചെയ്തത് റബ്ബ് സ്വീകരിക്കാതിരിക്കുമോ? പക്ഷെ ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിലും ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ഖൽബിൽ പേടിയാണ്. റബ്ബ് സ്വീകരിക്കുമോ, അല്ലാഹു ഇഷ്ടപ്പെടുമോ? കാരണം റബ്ബ് ഇഷ്ടപ്പെടാനും റബ്ബ് സ്വീകരിക്കാനും അവന് യാതൊരു നിർബന്ധമില്ല. അവന് ഒരാളെയും സ്വീകരിക്കണമെന്നുള്ള യാതൊരു നിർബന്ധം അവനിക്കില്ല. അവൻ ഒരാളെ സ്വീകരിക്കുന്നു, ഒരാളെ പൊരുത്തപ്പെടുന്നു, ഒരാളെ ഇഷ്ടപ്പെടുന്നു എന്നുള്ളത് അത് അവൻ്റെ തീരുമാനം മാത്രമാണ്. അവനിക്ക് വേണമെങ്കിൽ ഒരാളെ ഇഷ്ടപ്പെടാം, വേണ്ടാന്ന് വെച്ചാൽ ഒരാളെ ഇഷ്ടപ്പെടാതിരിക്കാം. അതിന് യാതൊരു മാനദണ്ഡം. ഞാൻ എത്ര നിസ്കരിച്ചവനാണെങ്കിലും, ഞാൻ എത്ര ദിക്റ് ചൊല്ലിയവനാണെങ്കിലും, ഞാൻ എത്ര തഹജ്ജുദ് നിസ്കരിച്ചവനാണെങ്കിലും, ഞാൻ ധാരാളം ഖുർആൻ ഓതിയവനാണ്, അതൊന്നും പ്രശ്നമല്ല. റബ്ബ് സ്വീകരിക്കണമെന്ന് അവൻ തീരുമാനിച്ചാൽ മാത്രമേ അവന് സ്വീകരിക്കേണ്ടതുള്ളൂ. വേണ്ട എന്ന് വെച്ചാൽ അവന് വേണ്ട എന്ന് വെക്കാനുള്ള അധികാരം അവനിലുണ്ട്. അതാണ് ബഹുമാനപ്പെട്ട മാലിക് ഇബ്നു ദീനാർ റളിയല്ലാഹു അൻഹു നമ്മെ ഉപദേശിച്ചത്. ഒരു 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കുന്നതിനേക്കാളും റബ്ബിന് ഏറെ ഇഷ്ടം ഇതുവരെ നിസ്കരിച്ച നിസ്കാരം എൻ്റെ റബ്ബ് സ്വീകരിച്ചിട്ടുള്ളോ എന്നുള്ള ആ ഭയം നമ്മുടെ ഖൽബിലുണ്ടാവുക. ആ അമലാണ് അല്ലാഹുവിന് ഏറെ ഇഷ്ടം. അപ്പോൾ ചെയ്ത അമലിന് വലിയ അഹങ്കാരം ഉണ്ടാകാൻ പാടില്ല. ഞാൻ വലിയ നിസ്കാരക്കാരനാണെന്നും, ഞാൻ വലിയ നോമ്പുകാരനാണെന്നും, ഞാൻ വലിയ ഖുർആൻ ഓത്തുകാരനാണെന്നും ഒരിക്കലും നാം അഹങ്കരിക്കാൻ പാടില്ല. അങ്ങനെയൊക്കെ ഉണ്ടെങ്കിലും അതൊക്കെയും റബ്ബ് തന്ന തൗഫീഖാണ്. ഇനിയും തൗഫീഖ് നൽകണമെന്ന് റബ്ബിനോട് ദുആർക്ക എന്നല്ലാതെ അവൻ നിസ്കരിച്ചിട്ടില്ല, ഇവൻ നിസ്കരിച്ചിട്ടില്ല, അവൻ ഖുർആൻ ഓതിയിട്ടില്ല, ഇവൻ ഖുർആൻ ഓതിയിട്ടില്ല, ഞാനൊക്കെ വലിയ ഖുർആൻ ഓതുന്നവനാണെന്ന് ഒരിക്കലും നാം ചിന്തിച്ചു പോകരുത്. ആരുടെ നിസ്കാരമാണ് അല്ലാഹു സ്വീകരിച്ചിട്ടുള്ളത്, സ്വീകരിക്കാതിരുന്നത് ഒന്നും നമുക്കറിയില്ലല്ലോ.
അതുകൊണ്ടാണ് വളരെ ഗൗരവത്തോടു കൂടെ നാം ചെയ്യുന്ന എല്ലാ അമലിനേക്കാൾ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ഒരു അമലാണ് ഇതുവരെ ചെയ്ത അമൽ റബ്ബ് സ്വീകരിച്ചോ, ഇനി ചെയ്യുന്ന അമലും റബ്ബ് സ്വീകരിച്ചോ എന്നുള്ള ഭയം നമ്മുടെ കൽബിൽ എന്നും ഉണ്ടാവുക എന്നുള്ളത് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ഭയം നൽകി അല്ലാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.